ഉള്ളവർ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പം 2.5-3 മാസത്തോളമായിട്ട് ഇപ്പം വീഡിയോ നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഒക്കെ ഇടുന്നുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു 13 കംപ്ലൈൻറ്റുകളാണ് നമ്മളെ ഇപ്പോൾ സാരി ബ്ലൗസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. അതിൽ കൂടുതലുണ്ട് എങ്കിലും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു 13 കംപ്ലൈൻറ്റുകളാണ്. അപ്പോൾ ആ കംപ്ലൈൻറ്റുകൾ പറഞ്ഞു തരികയും അതുകൂടാതെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വരുന്ന നിങ്ങൾക്ക് ഈ കംപ്ലൈൻറ്റ് കൂടാതെ എന്തൊക്കെ കംപ്ലൈൻറ്റുകളാണ് വരുന്നത് എന്നവയ്ക്കുള്ള ഒരു മറുപടി, അതായത് മറുപടി എന്ന് പറഞ്ഞാൽ അതൊരു കമൻ്റായിട്ട് തന്നെ ഒരു മറുപടി തരാനുള്ള ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. ലൈവ് ക്ലാസ് ഇടുവാണെങ്കിൽ എല്ലാവരെയും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ഒരു കംപ്ലൈൻറ്റിന് ബാഗ് കൈവശം അകത്തോട്ട് ചുളിഞ്ഞു കയറുന്നു എന്നതിനൊരു പറ്റി ചോദിച്ചായിരുന്നു. അപ്പോൾ പ്രത്യേകം പറഞ്ഞ് ഈ ബാഗ് കൈവശം കൈയുടെ ആ ഒരു സൈഡ് ചുളിഞ്ഞു കയറുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഭാഗം. ഈ ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് വീഡിയോ തീർത്തേക്കാം. 13 ഐറ്റംസുകൾ നമ്മൾ പറയുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കൈക്കുഴിയുടെ സെൻറ്ററിൽ നിന്നേ ഉള്ളൂ ഇത് പോകാവുള്ളൂ. അത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകങ്ങളിലൊന്നാണ്. കൈക്കുഴിയുടെ സെൻറ്ററിൽ നിന്നേ ഉള്ളൂ ഈ ഷേപ്പ് നമുക്ക് പോകാവുള്ളൂ. ഈ ഷേപ്പ് ഇങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് വേണം. കൈക്കുഴി എത്ര കൊടുത്തു? 6 ആണ്, അതിൽ 3 പോവുക. അതുകൂടാതെ നമ്മൾ എപ്പോഴും ഇതൊരു 1.5 ഇഞ്ച് 1.25 ഇഞ്ചിൽ ഒരിക്കലും നമുക്ക് ഈ ഭാഗം കുറയാതെ പ്രത്യേകം നോക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഭാഗം നമുക്ക് വലിഞ്ഞു കയറാതെ ഇരിക്കുകയുള്ളൂ. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് നിങ്ങൾ കുറിച്ച് വയ്ക്കുകയും എഴുതി വയ്ക്കുകയും ഇല്ലെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുകയും ചെയ്യാം. രണ്ടാമത് വന്ന ഒന്നാണ് കൈക്കുഴി നമുക്ക് ടൈറ്റാകുന്നു. കാരണം ഈ ഭാഗം ഒന്നല്ലെങ്കിൽ ലൂസാകും, ഇല്ലെങ്കിൽ ടൈറ്റാകും. അളവ് ബ്ലൗസ് ഇല്ലാതെ അളവെടുത്ത് വെച്ച് വെട്ടുന്നതിനാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്. അളവ് പിന്നെയും നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകങ്ങളിലൊന്നാണ് കൈക്കുഴിയുടെ യഥാർത്ഥ അളവ് എന്ന് പറയുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കൈക്കുഴി ബോഡി വണ്ണത്തിൻ്റെ 1/6 കാരണം നമ്മൾ ബോഡി വണ്ണം നമുക്ക് എത്രയാണെങ്കിൽ ഇപ്പം ബോഡി വണ്ണം എത്രയാണ്? 30 ഇഞ്ചാണ്. 30ൻ്റെ 1/6 ഷോൾഡറും കൊടുക്കുക, കൈക്കുഴിയും കൊടുക്കുക. അതായത് ഈ വശം തീർന്ന് കിട്ടുന്ന പോലെ ചെയ്യുക. ഈ വശം ബോഡി വണ്ണത്തിൻ്റെ 1/6 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആം ഹോൾ വന്നോളും. ഏത് ബോഡി വണ്ണം ആയിക്കോട്ടെ മിനിമം 44 വരെ നിങ്ങൾ ബോഡി വണ്ണത്തിൻ്റെ 1/6. ഇനി സംശയം തോന്നുവാണെങ്കിൽ 40ൻ്റെ മേളിലോട്ട് പോകുമ്പോൾ ഒരു 1/2 ഇഞ്ച് കുറച്ചോ. പ്രത്യേകം ആ കാര്യം ഓർക്കുക. ബോഡി വണ്ണത്തിൻ്റെ 1/6. പിന്നെ നെക്കിൻ്റെ സൈഡിലേക്ക് മാറി ഷോൾഡർ പോകുന്നു. അപ്പം പിന്നെ പ്രത്യേക ഒരു കാര്യം, നമ്മൾ ഈ ബാഗിനൊക്കെ നമ്മൾ ഇത്തരം ബാഗിന് എത്തി വിടുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും കംപ്ലൈൻ്റ് ഉള്ളൊരു കാര്യമാണ് ഈ ഷോൾഡർ വലിഞ്ഞു പോകുന്നു, ഇങ്ങനെ സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മിനിമം 8 വരെ നമ്മൾ 2.5 ഇഞ്ച് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മിനിമം 8 ഇഞ്ച് വരെ ബാക്ക് സൈഡ് ഇറക്കുമ്പോൾ 2.5 ഇഞ്ച് വൈഡ് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ വൈഡ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം കൂട്ടി വെട്ടിയാൽ മതി. മിനിമം 8 ഇഞ്ച് വരെ നമ്മൾ 2.5 ഇഞ്ച് വെട്ടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ബോഡി വണ്ണത്തിൻ്റെ 1/6 ഷോൾഡർ കൊടുക്കുകയും ചെയ്യാം. 8 ഇഞ്ച് വരെ ബാക്ക് നെക്ക് ഇതാക്കുമ്പോൾ 2.5 ഇഞ്ച് വൈഡ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ നെക്ക് സൈഡിലേക്ക് മാറി ഷോൾഡർ ഇറങ്ങി പോകുന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നെക്ക് ഇങ്ങനെ സൈഡിലോട്ട് മാറിയിട്ട് ഷോൾഡർ ഇറങ്ങിപ്പോകും. അതായത് ഞാൻ ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കണം, ഇങ്ങനെ നമ്മൾ നൂർത്തിടുമ്പം തന്നെ നിങ്ങൾക്ക് ഈ വൈഡ് അറിയാം. ഈ വൈഡ് അപ്പോൾ 14 ഇഞ്ച്. ഇപ്പം നമ്മൾ ബാഗ് ഇപ്പോൾ ഷോൾഡർ 15 ഇഞ്ച് ഒരാൾക്കുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന സാരി ബ്ലൗസിന് നമ്മൾ എടുക്കുന്ന അളവ് എത്രയായിരിക്കും? അവർക്ക് 12 എടുക്കുകയുള്ളൂ. 3 ഇഞ്ച് വ്യത്യാസം വരും, 2.5 ഇഞ്ച് വ്യത്യാസം വരാം. അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ. ഇപ്പോൾ ചുരിദാറിന് 15 ആണെങ്കിൽ സാരി ബ്ലൗസിന് 12 ഇടുകയുള്ളൂ. അതിൻ്റെ പ്രധാന ഘടകം എന്നാണ് സാരി ബ്ലൗസ് ടൈറ്റാണ്. ഈ ടൈറ്റായിട്ട് ഈ വശം ബോഡി ഇരിക്കുന്നത് കൊണ്ട് ടൈറ്റ് വരും തോറും ഷോൾഡർ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ കണ്ടോ, ഇതുകൊണ്ട് വലിഞ്ഞു വന്നുണ്ടോ, ഇവിടം വലിഞ്ഞ് ഈ ഫ്രണ്ടിനൊക്കെ വലിഞ്ഞു പോകും.
നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ഇതുണ്ട്, ഞാൻ വലിച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ കാരണം ഷോൾഡർ വലിഞ്ഞു വന്നതുണ്ടോ, ഷോൾഡർ ഇവിടെ നമ്മൾ ടൈറ്റ് ആവും തോറും നെക്കിൻ്റെ ഈ ഭാഗം, ഈ രണ്ട് ഭാഗവും സൈഡിലോട്ട് വലിയും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 8 ഇഞ്ച് വരെ മിനിമം 2.25 കൊടുത്തോ, ഒരു കുഴപ്പമില്ല കേട്ടോ. 2.5 2.25 കൊടുത്ത് ധൈര്യമായിട്ട് വെട്ടിക്കോ. വി വേണമെന്നുണ്ടെങ്കിൽ വി ഇവിടുന്ന് 1 ഇഞ്ച്, ഈ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് കൂടുതൽ കിട്ടുന്ന പോലെ അതും നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ പിന്നെ നമുക്ക് വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനി ഈ ഫ്രണ്ട് നമ്മൾ യു വെട്ടുന്നു. ഈ യു വെട്ടുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയ വീയിലേക്ക് പോകുന്നു. അതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ബാക്ക് സൈഡിൽ ഇവിടം കുറഞ്ഞു പോകുമ്പോൾ ഈ സൈഡ് ഇങ്ങോട്ട് കയറിപ്പോയാൽ ഫ്രണ്ടിൻ്റെ ഈ സൈഡിനെ വലിക്കും, ഫ്രണ്ട് റിഗാളിനെ നമുക്ക് വലിക്കും. അപ്പോൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന് ഈ നെക്ക് നമ്മൾ വെട്ടിയാലും നെക്ക് യു വെട്ടിയാലും വി പോലെ ഇങ്ങനെ വരുന്നതിന് പ്രധാന കാരണം ഈ ഹാംഗോളിൻ്റെ ഈ 1.5 ഇഞ്ച് എന്നുള്ള കാര്യവും ഈ സെൻറ്ററിൽ നിന്ന് വരുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു പ്രധാനം. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ ഡാട്ടിൻ്റെ വിത്ത്. ഈ വിത്ത് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു. ഒരാൾക്ക് നമ്മൾ അളവെടുക്കുന്നു, പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരാൾക്ക് ഇങ്ങനെ നമ്മൾ അളവെടുക്കുമ്പോൾ അയാൾക്ക് 9.5 ഇഞ്ച് ഡാട്ടിൻ്റെ ലെങ്ത് ഉണ്ട്. ഈ 9.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ചെരിച്ച് പിടിക്കും. ഈ ഒരു ചെരിവുണ്ടോ, ഈ ചെരിവ് നമ്മൾ അളവ് എഴുതണം. അതായത് നമ്മൾ ആദ്യം ഡാട്ടിൻ്റെ സെൻറ്റർ നോക്കുന്നു, എത്ര വന്നു, 10 വരെ 9 വരെ. 10 കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ തെന്നിക്കുന്ന ഒരളവില്ലേ, ഈ തെന്നിക്കുന്ന അളവ് എത്രയാണോ ആ അളവാണ് നിങ്ങൾ ഇവിടെ വിത്ത് കൊടുക്കേണ്ടത്. മറന്നു പോകരുത്, പ്രത്യേകം ഓർത്തോണം. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇട്ട സാരി ബ്ലൗസിൽ നിന്ന് ഒരാൾ സാരി ബ്ലൗസിൽ നിന്ന് ഇട്ടല്ലേ അളവെടുക്കുന്നത്. അളവെടുക്കുമ്പോൾ ആ ഡാട്ടിൻ്റെ ലെങ്ത് എടുത്തു കഴിഞ്ഞിട്ട് ആ ഡാട്ടിൻ്റെ ലെങ്ത് ഇങ്ങനെ ചെരിച്ച് പിടിക്കണം. അപ്പോൾ ആദ്യം അളവെടുത്തു, പിന്നെ ഒന്നുകൂടെ ചെരിച്ച് പിടിക്കുമ്പോൾ നമുക്ക് 13, 13.5, 12.5 ഒക്കെ വരും. അപ്പം 10 ഇഞ്ച് കഴിഞ്ഞിട്ട് 13 വന്നാൽ 13.5 ഇഞ്ച് മിനിമം നമ്മൾ 3.5 ഇഞ്ച്, ആ 10 തള്ളിയിട്ടുള്ള 3.5 ഇഞ്ച് ഡാട്ടിന് വിത്ത് കൊടുക്കണം. ഒരു കാരണവശാലും ഈ ഇവിടെ ടൈറ്റ് വരുത്തേയില്ല, പിടിച്ചു നിൽക്കും. പിന്നെ ലൂസായി പോകുന്നുണ്ടോയെന്ന് പ്രത്യേകം, ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തെ ലൂസിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ 6ാമത് നമ്മൾ പറയുന്നത് ഈ ബാക്ക് വശവും ഫ്രണ്ട് വശവും നീളത്തിന് വ്യത്യാസം വരും. അതേതാണെന്നറിയോ, നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഫ്രണ്ട് വെട്ടി, ബാക്ക് പീസ് വെട്ടി, ഫ്രണ്ടും വെട്ടി ഈ ബെൽറ്റ് പീസ് വെക്കുമ്പോൾ അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് വരും, ഇവിടെ സൈഡ് വ്യത്യാസം വരും, ഫ്രണ്ട് കുറഞ്ഞു പോകുന്നു. ബാഗ് ഓക്കെയാണ്, ഫ്രണ്ട് കുറഞ്ഞു പോകുന്നു, ഇതുപോലെ കറക്റ്റ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മൾ ഇതുണ്ടോ, ഇപ്പോൾ ബാക്ക് പീസ് വെട്ടുമ്പോൾ ഈ 1.5 ഇഞ്ച് കണക്ക് കൊടുത്താണ് നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത്. ഇനി നിങ്ങൾ 1/2 ഇഞ്ച് കൊടുത്തിട്ടുള്ളെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്തേ തയ്യൽ തുമ്പ് എടുത്ത് വെട്ടുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഈ 1.5യുടെ കാര്യം പ്രത്യേകം ഓർത്തോണം. നമ്മൾ ബാഗ് ഇട്ട് ഫ്രണ്ട് വെട്ടുമ്പോൾ ബാഗ് പീസിനെക്കാട്ടിലും 1.5 ഇഞ്ച് ഫ്രണ്ട് പീസ് കുറച്ച് വെട്ടണം. കുറച്ച് വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കണക്കുമായിട്ട് കൃത്യമായിട്ട് വെട്ടുമ്പോൾ ഇങ്ങനെ തന്നെ വരും. ആ ഭാഗം കൂടെ പ്രത്യേകം നിങ്ങൾ നോക്കിക്കോണം. 6. 7ാമത് നെക്ക് ലൂസ് വരുന്നു. നോക്കണം ഈ നെക്ക് വശം, നെക്കില്ലേ നമ്മുടെ ഫ്രണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗം ലൂസ് വരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗം ഇങ്ങനെ വിരലൊക്കെ ഇട്ട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. അത് ലൂസായിട്ട് കിടക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് നമ്മൾ ഏത് കട്ടിങ് വെട്ടുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഇവിടുത്തെ 4 ഇഞ്ച് ബെൽറ്റ്. ഈ സ്കെയിൽ വെച്ച് ഞാൻ കാണിച്ചത് ഈ ഭാഗത്തെ 4 ഇഞ്ച്, ഈ 4 ഇഞ്ചിൻ്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതെടുത്തില്ലെങ്കിൽ ഈ ഭാഗം ലൂസ് വരും. അപ്പം അതിൻ്റെ ഒരു ഐഡിയ ആയല്ലോ. ഇനി നമുക്ക് ഏതാന്ന് നോക്കാം. പിന്നെ ചോദിച്ചിട്ടുണ്ട് ബാഗിനേക്ക് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഈ 8 ഇഞ്ച് ഇതിന് താഴെ താക്കുമ്പോൾ, അതായത് 8 ഇഞ്ചിന് താഴെയൊക്കെ താക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ എത്ര താത്ത് കൊടുക്കാം എന്ന് അത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു. അത് എത്രയെന്ന് പറഞ്ഞാൽ 8 ഇഞ്ച് വരെ 2.25 കൊടുത്തു,
ഒരു കുഴപ്പമില്ല. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അത് പറഞ്ഞു. പിന്നെ ബെൽറ്റ് പീസിൻ്റെ വീതി എന്ന് പറയുന്നത് മിനിമം നമുക്ക് 14 ഇഞ്ച് ഇറക്കം വരെ നമുക്ക് 3 ഇഞ്ച് തീർന്ന് കിട്ടണം. 3 ഇഞ്ച് ഇവിടെ തീർന്ന് കിട്ടണം. അത് പ്രത്യേകം ഓർത്തണം. 14 ഇഞ്ച് ഇറക്കം വരെ. അത് എത്ര തീർന്ന് നമ്മൾ 4 ഇഞ്ചിൽ ബെൽറ്റ് പീസ് വെട്ടിയാലേ ഉള്ളൂ 3 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടുള്ളൂ. ആ കാര്യം കൂടെ ഒന്നിന് ബുക്ക് എടുത്ത് നോട്ട് ചെയ്തോണം. പിന്നെ വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡാർട്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരാൾ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ. അത് മിനിമം 1.25 1.5. ഈ ഡാട്ട് തമ്മിലും മിനിമം 1.5 ഇഞ്ചിൽ നമ്മൾ വ്യത്യാസത്തിൽ കൊടുക്കണം. അതും കുഴപ്പമില്ല. ഇനി 11ാമത് ചോദിച്ചിരിക്കുന്നത് കൈക്കുഴി എങ്ങനെ നമുക്ക് ലൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. കൈയുടെ ലൂസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കയ്യിൽ ഈ കൈ നമ്മൾ ഇങ്ങനെ വെട്ടുമ്പോൾ വെട്ടുവാണ്. ഈ കൈയുടെ ലൂസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതൊരു നല്ല ചോദ്യമാണ്. അതായത് ബോഡി വണ്ണത്തിൽ നിന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, ബോഡി വണ്ണത്തിൽ നിന്നും 3 ഇഞ്ച് കുറയ്ക്കണം. ബോഡി വണ്ണത്തിൽ 30 3 ഇഞ്ച് കുറയ്ക്കണം. 3 ഇഞ്ച് കുറച്ചിട്ട് ഇപ്പോൾ 30 ഇഞ്ചാണ് 27ൻ്റെ 4/1 കാണണം. കണ്ടിട്ട് അതിൽ 4 ഇഞ്ചും കൂടെ കൂട്ടി ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഈ ലൂസാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ലൂസ് ബോഡി വണ്ണത്തിൽ നിന്നും 3 ഇഞ്ച് കുറയ്ക്കാം. കുറച്ചിട്ട് 4/1 കാണുക. കണ്ടിട്ട് അതിൽ 4 ഇഞ്ചും കൂടെ കൂട്ടി വേണം നമ്മൾ ഇവിടം വരെയുള്ള കൊടുക്കണം. ഇവിടം വരെയാണേ ഈ തുമ്പ് വരെ. അത് വേണം നമ്മൾ കൈ ഇട്ട് നമ്മൾ മാർക്ക് വെട്ടാനായിട്ട് തുടങ്ങുമ്പോൾ. അതിൽ നിന്ന് 1.25 കുറച്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാം കോഡ് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ബോഡി വണ്ണത്തിൽ നിന്നും 3 ഇഞ്ച് കുറച്ചു. 30 ആ 30-ന് 3 ഇഞ്ച് കുറക്കുമ്പോൾ 27ൻ്റെ 4/1 കാണുന്നു. കണ്ടിട്ട് അതിൽ നിന്ന് 1.25 ഇഞ്ച് കൂടെ കയറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ മാർക്ക് ചെയ്ത് കൈക്ക് സംശയം എന്തെങ്കിലും ലൂസ് വ്യത്യാസമെന്ന് തോന്നിയെങ്കിൽ ഈ ബാക്ക് പീസ് വെച്ചിട്ട് ഇവിടെ ഒന്ന് അളന്ന് നോക്കണം, നമ്മുടെ കണക്ക് കറക്റ്റാണോ എന്ന്. 11ാമത് ഒരാൾ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമായിരുന്നു ഇത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് പ്രധാനപ്പെട്ട കണക്കായതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ബോഡി വണ്ണത്തിൽ നിന്നും 3 ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ 4/1 കാണുക. ആ 4/1 4 ഇഞ്ച് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ അപ്പോൾ അത് വേണം. പിന്നെ കൈക്കുഴിയുടെ ഫ്രണ്ട് എത്ര കുഴിച്ച് വെട്ടണം എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. കൈ വെട്ടുമ്പോൾ ഈ കുഴിവ്, അത് ഞാൻ പ്രത്യേകം പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളൊരു കണക്കാണ്. കൈക്കുഴി കുഴിച്ച് വെട്ടേണ്ട ഒരു അളവെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും, ഇങ്ങനെ കൈ ഇരിക്കുവാണ്. ഈ കയ്യിൽ വെട്ടിക്കഴിഞ്ഞാൽ 1.25 ഇഞ്ച് ഇവിടുന്ന്, 2-2.25 ഇവിടുന്ന്. എന്നിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് നോക്കിയിട്ട് അതിൻ്റെ നടുക്കുന്നാണ് നമ്മൾ കൈ ഇവിടെ 3/4 ഇഞ്ച് കുറച്ച് വെട്ടിയാൽ മതി. അപ്പോൾ ഈ 3/4 ഇഞ്ച് കറക്റ്റായിട്ട് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പിന്നെ 13ാമത് ചോദിച്ചിരിക്കുന്നത് കൈക്കുഴിയുടെ ലൂസ് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ കൈക്കുഴിയും ബാക്ക് പീസും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ഈ പറഞ്ഞ പ്രകാരം വെച്ച് നമ്മൾ കൈ വെട്ടിയാൽ ഒരു കാരണവശാലും അതിൻ്റെ ഒരു കണക്കിന് വ്യത്യാസം വരത്തില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 13 സംശയങ്ങളാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ വന്നിരിക്കുന്ന സംശയങ്ങളാണ് വന്നിരിക്കുന്നത്. അതപ്പം നിങ്ങൾ പരമാവധി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുക. ഇതിലും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. കമൻ്റ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ മറുപടിയായിട്ട് വരുന്നതായിരിക്കും. വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനത് പറഞ്ഞു തരാം. നിങ്ങൾ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് ഏകദേശം ഒരു പഠനമായിട്ട് വേണം നമുക്ക് ചുരിദാറിലേക്ക് പോകാൻ. അപ്പം ഏകദേശം സാരി ബ്ലൗസിൻ്റെ കട്ടിങ് തീരാറായി വരുന്നു. ഏകദേശമൊക്കെ എല്ലാവരും പഠിച്ച രീതിയിലാണ്. ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ
വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സംശയങ്ങളൊന്ന് നീക്കി എടുത്ത് ഞങ്ങൾ ഓക്കെയാണ്, ചുരിദാറിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാമെന്ന് നിങ്ങളെല്ലാവരും അറിയിച്ചാൽ നമുക്ക് ഉടൻ തന്നെ അടുത്ത ജനുവരി മുതൽ ചുരിദാറിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. അതുവരെ നിങ്ങൾ സാരി ബ്ലൗസിന് ഇത്രയും ഭാഗങ്ങളും കൂടെ വരുത്തി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രചോദനമാണ് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി നമുക്കൊരു ഊർജ്ജം കേട്ടോ. അപ്പോൾ താങ്ക് യു.